സംസാരിക്കട്ടെ. ഞാൻ മിലീന ടി ബാബു, CSI ക്രൈസ്തവ ചെളകുളം സംഭാഗമാണ്. ജേണി ത്രൂ ദി സാംസിന്റെ 113 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 69 മുതൽ 8 വരെ. പുതിയ നിയമത്തിൽ ഏറ്റവും അധികം കോഡ് ചെയ്തിട്ടുള്ള സങ്കീർത്തനമാണിത്. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളും പൗലോസും പത്രോസും ഈ സങ്കീർത്തനത്തിൽ വാക്യങ്ങൾ കോഡ് ചെയ്തിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിൽ ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങൾ പലതുമുണ്ട്. ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കാത്തവർ ആരുമില്ല. എങ്കിലും ചിലരുടെ കഷ്ടതകളും ദുഃഖങ്ങളും ആഴമറിയതും ദീർഘവുമാണ്. ജീവിതത്തിൽ വളരെയധികം ദുഃഖം അനുഭവിച്ച ദാവീദ് തന്റെ സങ്കടത്തിന്റെ ആഴം വിവരിക്കുന്ന ഒരു വിലാപ സങ്കീർത്തനമാണിത്. അനേക ദൈവഭക്തന്മാർ അനേക കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. കർത്താവ് യേശുക്രിസ്തു കഷ്ടങ്ങളായി തികഞ്ഞ വ്യക്തിയാണെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ സങ്കീർത്തനം പൂർണ്ണമായും നിറവേറുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് താൻ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് ദൈവം തന്നെ വിടുവിക്കണമെന്നും തന്റെ ശത്രുക്കളുടെ ദുഷ്ടതയ്ക്ക് ദൈവം പകരം നൽകണമെന്നും അത് ദൈവത്തോടുള്ള സ്തുതിക്കും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനും കാരണമായി തീരണമെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദാവീദിന്റെ കഷ്ടതയുടെ ആഴം വിവരിക്കുന്നതാണ്. ഇപ്പോഴുള്ള കഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ ദാവീദ് അപേക്ഷിക്കുന്നു. കാലുകൾ ഉറപ്പിക്കുവാൻ കഴിയാത്ത നിലയില്ലാത്ത ചേറ്റിൽ താൻ താണു പോവുകയാണ്. ആ വിശ്വാസത്തിന്റെയോ വേദനകളുടെയോ കഷ്ടങ്ങളുടെയോ പിശാചിന്റെ പരീക്ഷണങ്ങളുടെയോ ചേറ്റിലകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ചുറ്റും വെള്ളം ഉയർന്ന് അവന്റെ മൂക്ക് മുങ്ങുന്ന നിലയിൽ എത്തിയ അവസ്ഥയാണ് ദാവീദ് തന്റെ അനുഭവമായി വിവരിക്കുന്നത്. ഈ ചെളിയിൽ താണു പോകുന്ന അവസ്ഥയിൽ തന്റെ രക്ഷയ്ക്കായി ദൈവത്തെ വിളിക്കുന്നു. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. തന്റെ നിലവിളി കൊണ്ട് തന്റെ തൊണ്ട വരണ്ടും തന്റെ ശക്തി ചോർന്നും പോകുന്ന കഷ്ടതയുടെ കാഠിന്യം എത്ര വലുതായിരുന്നാലും കർത്താവിനോട് നിലവിളിക്കുന്ന ഒരു നിലവിളി ഒരു ക്രിസ്തുഭക്തൻ അവസാനിപ്പിക്കുന്നില്ല. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദാവീദ് തന്നിലേക്ക് നോക്കുമ്പോൾ തന്റെ പാപങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിലേക്ക് പറയുകയാണ്. നാം ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ സമ്മതിച്ച് ദൈവത്തിന്റെ മുമ്പിൽ കരുണയ്ക്കായി അപേക്ഷിക്കണം. ദാവീദിന്റെ പാപം തന്നെ മാത്രമല്ല, തന്റെ ജനത്തെയും ബാധിക്കുമെന്ന് ദാവീദിന് അറിയാം. തന്റെ പാപം നിമിത്തം ജനം നാണിച്ചു പോകരുത് എന്ന് ദാവീദ് പറയുന്നു. ദാവീദിന് ഇത്രയും കഷ്ടതകൾ ഉണ്ടായത് തന്റെ അകൃത്യം മൂലം ആണെന്ന് താൻ സമ്മതിക്കുന്നു. ഈ ലോകം നമുക്ക് ഒരിക്കലും അനുകൂലമല്ല. നമ്മൾ പാപം ചെയ്താലും പാപം ഏറ്റു പറഞ്ഞാലും നമ്മൾ തള്ളപ്പെട്ടു പോകാം. നമുക്ക് ലോകത്തിന്റെ അംഗീകാരമല്ല വേണ്ടത്. നാം ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കണം. ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച കർത്താവ് യേശുക്രിസ്തുവിന്റെ കഷ്ടത ദുഃഖമായിട്ടല്ല അവസാനിച്ചത്. ആ കഷ്ടത നമ്മുടെ വീണ്ടെടുപ്പിന് ആവശ്യമായിരുന്നു. എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവം കർത്താവിന്റെ പാപപരിഹാരം ബലിയാൽ നമ്മുടെ പാപങ്ങൾക്ക് നിത്യമായി പരിഹാരം വരുത്തിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ കഷ്ടതയിലും പ്രയാസത്തിലും പാപങ്ങളുടെ മോചനത്തിനും നമ്മുടെ രക്ഷയ്ക്കായും കർത്താവിൽ ആശ്രയിക്കാം. വീണ്ടും വരവിനായി കാത്തിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും മധ്യ യേശുവിൽ ആശ്രയം വെച്ച് ജീവിക്കാൻ കൃപ തരണമേ. മറ്റുള്ളവരോട് കരുണയായി ഇരിക്കാനും ക്ഷമിക്കാനുമുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ. ഈ ലോകത്തെ ജയിച്ച് അങ്ങയുടെ നിത്യരാജ്യത്തിൽ കാണപ്പെടുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. വിശ്വാസത്താൽ ഉറപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.